ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ടൗണിൽ നിന്ന് യാത്ര തുടങ്ങി ഞങ്ങളിപ്പോൾ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഉത്രാളിക്കാവിലെത്തി. ഉത്രാളിക്കാവ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു അമ്പലമാണ്. തൃശ്ശൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്കിനടുത്തായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിനടുത്തു കൂടിയുള്ള ട്രാക്കിൽ ട്രെയിൻ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ ചുറ്റും പാടങ്ങളും മരങ്ങളും പക്ഷികളും ആ പുറകിൽ കാണുന്ന മലയും. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ പടം വരയ്ക്കാൻ പറയുമ്പോൾ ഏതൊരു കൊച്ചുകുട്ടിയും വരയ്ക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, അതുപോലെയാണ് ഈ ഒരു ലൊക്കേഷൻ കാണാനായിട്ട്. തൃശ്ശൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേയുടെ അടുത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ കണ്ടുമടുത്ത പലർക്കും ഇത്തരം കാഴ്ചകളൊക്കെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ നൽകുന്നത്. ഇവിടെ ഫെബ്രുവരി മാർച്ച് സമയത്താണ് പൂരം നടക്കുന്നത്, ഉത്സവം. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന രണ്ടാമത്തെ പൂരമാണ്, ഉത്സവമാണ്. തൃശ്ശൂർ പൂരമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനുശേഷം ഉത്രാളിക്കാവാണ്. ഉത്രാളിക്കാവിലെ പൂജാ സമയം എന്ന് പറയുന്നത് രാവിലെ 5 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയുമാണ്. ഉത്രാളിക്കാവിൻ്റെ ഭംഗി അനേകം വീഡിയോകളിലൂടെയും റീൽസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വരുന്ന ആളുകളിലും ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ലൊക്കേഷനെ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അത്രയും ഭംഗിയുള്ളൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മുടെ ഈ ഒരു ഉത്രാളിക്കാവ് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്നൊരു വല്ലാത്തൊരു ഇടം. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ വഴി കണ്ടൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. ഇത് ചട്ടിച്ചോറാണ് കഴിച്ചത്. വലിയ തിരക്കേടില്ലായിരുന്നു, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കേരള കലാമണ്ഡലം എത്തി. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ഈ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 1930 മഹാകവിയായിരുന്ന ശ്രീ വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇവിടെ കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, കുച്ചിപ്പുടി, ഭരതനാട്യം, നങ്ങ്യാർകൂത്ത് പോലുള്ള നൃത്തങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. പിന്നെ പഞ്ചവാദ്യമേളങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. പഠിക്കുന്ന കുട്ടികൾ അതേ സ്ഥലത്ത് താമസിച്ച് പഠിക്കുന്ന ഗുരുകുല സമ്പ്രദായമാണ് ഇപ്പോഴും ഇവിടെ കലാമണ്ഡലത്തിൽ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് ഒറ്റപ്പാലത്തിനടുത്തുള്ള വരിക്കാശ്ശേരി മനയിലെത്തി. ഷൊർണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഒരു വരിക്കാശ്ശേരി മന. അനേകം സിനിമകൾക്ക് ലൊക്കേഷനായ ഒരു ഇല്ലമാണത്. ഏകദേശം 121 വർഷം പഴക്കമുണ്ട്. ഞങ്ങൾക്ക് ഷൂട്ടിംഗ് കാരണം അകത്ത് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. 6-ാം തമ്പുരാൻ, രാപ്പകൽ, ദേവാസുരം പോലുള്ള എവർഗ്രീൻ സിനിമകളുടെ ലൊക്കേഷൻ വരിക്കാശ്ശേരി മനയാണ്. അവിടെ നിന്ന് തിരിച്ചിട്ട് ഞങ്ങൾ മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഈ ക്യാമറയുടെ മുന്നിൽ കുണ്ടും കുഴിയും നിറഞ്ഞൊരു റോഡും അതിലൂടെ കടന്നു പോകുന്ന വണ്ടികളും കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. ഇപ്പം ഞങ്ങൾ പാലക്കാട് ജില്ലയിലുള്ള ഷൊർണൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കേരളത്തിലെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അനേകം കവികൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പുഴ, നമ്മൾ ഈ നിള എന്നൊക്കെ പറയുന്ന ഭാരതപ്പുഴ കേരളത്തിൻ്റെ ഒരു വികാരമാണല്ലോ. ഈ കാണുന്നതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇത് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഷൊർണൂർ. പോകുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നുകൊണ്ട് ചില വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അവസാനം ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് എത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു ടൗൺ, നല്ല ടൗൺ. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലേക്ക് എത്താനാണ് പ്ലാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വയനാട് വിശേഷങ്ങളൊക്കെയാണ്. ഓക്കെ, ബാക്കി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.